ആറാലുമൂട് കൈലാസനാഥ ക്ഷേത്രത്തോട് ചേർന്ന സമാധി സ്ഥലം ഗോപൻ സ്വാമിയുടെ സമാധി സ്ഥലം പൊളിച്ചപ്പോൾ അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയായിരുന്നു എന്ന് അറിയാനുള്ള ആകാംക്ഷ എല്ലാ മലയാളികൾക്കും കാണും. അതിന് ഉത്തരം തരാൻ ഈ പോലീസ് നടപടികൾക്ക് സാന്നിധ്യം വഹിച്ച നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിലെ പുത്തനമ്പലം വാർഡ് കൗൺസിലർ കൂടിയായ പ്രസന്നകുമാർ എന്നോടൊപ്പം ചേരുന്നു. പോലീസ് പുലർച്ചെ തന്നെ ഇവിടെ എത്തിയിരുന്നു. നിങ്ങളോട് എപ്പോഴാണ് ഇവിടെ ഇങ്ങനെ എത്തുമെന്ന് പറഞ്ഞത്? ഞാൻ ഒരു 7-7:15 മണിക്ക് ഈ സമാധി സ്ഥലത്ത് എത്തിയായിരുന്നു. ആ സമയത്ത് നമ്മുടെ RDO ഉദ്യോഗസ്ഥൻ, അതുപോലെ പോലീസ് ഓഫീസർമാർ, ഡോക്ടർമാർ, നമ്മുടെ ഇത് പൊളിക്കുന്നതിന് വേണ്ടിയുള്ള 2-3 തൊഴിലാളികൾ, ജനപ്രതിനിധികൾ, കൗൺസിലർമാരും അതിയന്നൂർ പഞ്ചായത്തിൻ്റെ 2 പഞ്ചായത്ത് മെമ്പർമാരും ഉണ്ടായിരുന്നു. അവരുടെ സാന്നിധ്യത്തിലാണ് ഈ നടപടികൾ തുടങ്ങിയത്. ഈ നടപടികളെല്ലാം തുടങ്ങിയത്. അപ്പോൾ ആദ്യം എന്താണ് അവർ ചെയ്തത്? ആദ്യം അവിടെ തുടങ്ങിയത് എല്ലാവരും ഗ്ലൗസും മാസ്കും എല്ലാം വെച്ചിട്ട് ഈ സമാധിയുടെ ചുറ്റും ഉള്ള മണ്ണുകൾ കവറിൽ ശേഖരിക്കുന്നത് ഞാൻ കണ്ടു. ആരെന്ന് എനിക്കറിയില്ല. അതിനുശേഷം ഈ കവറിൻ്റെ 4 സൈഡിലും ഉള്ള അളവുകൾ എടുക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. അതിനുശേഷം ഈ ഉദ്യോഗസ്ഥൻ്റെ RDOയുടെയൊക്കെ നിർദ്ദേശപ്രകാരം ഈ തൊഴിലാളി ഇരുമ്പ് ഉളി കൊണ്ട് മേലുള്ള സ്ലാബ് തട്ടി 4 സൈഡും തട്ടിയിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളുമായിട്ട് ഇതിനെ സ്ലാബ് എടുത്ത് താഴെ വെച്ചു. മുകളിലത്തെ സ്ലാബ്. ആ സ്ലാബ് എടുത്ത് വെക്കുമ്പോഴേക്കും ഞാനും ഈ കുഴിയിലേക്ക് എത്തി നോക്കിയായിരുന്നു. കുഴി ഇല്ല, ഈ കെട്ടിയിരിക്കുന്ന നോക്കിയായിരുന്നു. അപ്പോൾ കണ്ടത് തുണി പുതച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് ഭസ്മവും മറ്റു കാര്യങ്ങളും കഴുത്തിൻ്റെ അളവോളം ഉണ്ടായിരുന്നു. പിന്നെ സ്മെല്ല്, ഗന്ധം, കർപ്പൂരത്തിൻ്റെ ഗന്ധം കൂടി എനിക്ക് അനുഭവപ്പെട്ടു. അതായത് ഈ മൃതദേഹത്തിൽ നിന്ന് ഈ കർപ്പൂരം, ഈ സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടായിരുന്നു. വേറെ സുഗന്ധദ്രവ്യം എന്ന് പറയുന്നത് ഭസ്മം, വെള്ള കളറുള്ള ഭസ്മമാണ് ഞാൻ കാണുന്നത്. കണ്ണ് നീറ്റലുള്ളത് കൊണ്ട് എനിക്ക് മനസ്സിലായി കർപ്പൂരത്തിൻ്റെ ഗന്ധവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് കർപ്പൂരം അലിഞ്ഞ് ഇതിൽ ചേർന്നിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ അല്ലാതെ ഒരാഴ്ച കഴിഞ്ഞ മൃതദേഹത്തിന് സംഭവിക്കേണ്ട ഒരു ജീർണാവസ്ഥയൊന്നും കണ്ടില്ല. കഴുത്തിന് മേളിൽ വാ തുറന്നിരിക്കുകയും, ഈ തുറന്ന ഉടനെ ഈ മുകളിൽ കൂടി ഭസ്മമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കാണുന്നത് കഴുത്തിന് കീഴെയാണ് കട്ടയ്ക്ക് കാണുന്നത്. എനിക്ക് ആളിനെ നേരത്തെ അറിയാവുന്നുള്ളത് കൊണ്ട് ഇത് ഗോപൻ സ്വാമിയാണെന്നുള്ളത് എനിക്ക് വ്യക്തമായി മനസ്സിലായി. അദ്ദേഹം ഇരിക്കുന്ന നിലയിലാണ്. അടിയിൽ ഇതിന് താഴെ ഭസ്മമുള്ളത് കൊണ്ട് അപ്പോഴും മനസ്സിലാക്കിയില്ല. അല്ലാതെ നേരെ കിഴക്കോട്ട് തിരിഞ്ഞെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഇരിക്കുന്നതാണ് കാണുന്നത്. നിങ്ങളുടെ അതിനുശേഷം ഈ പുറത്തെടുത്ത ഉടൻ തന്നെ അതിനുശേഷം ഒരുപാട് പ്രൊസീജിയറൊക്കെ അവിടെ നടന്നായിരുന്നു. ഈ അളവുകൾ, കമ്പ് ഉപയോഗിച്ച് അളവുകളൊക്കെ എടുത്ത് രേഖപ്പെടുത്തി അതിനുശേഷമാണ് ഈ ഭസ്മം നീക്കി. അതിനുശേഷം ഈ ഫ്രണ്ട് പൊളിച്ചപ്പോൾ 2 സ്ലാബാണ്. മുകളിൽ ഒറ്റ സ്ലാബ്, മറ്റത് ഫ്രണ്ടിൽ 2 സ്ലാബാണ്. ഈ 2 സ്ലാബും പൊളിച്ച് മാറ്റിയതിന് ശേഷം മൊത്തം ഈ ഭസ്മവും മറ്റു കാര്യങ്ങളും ഒക്കെ നീക്കി അതിന് ശേഷം വീണ്ടും അളവും കാര്യങ്ങളൊക്കെ എടുത്തു. എന്നിട്ട് ഓരോ സൈഡായിട്ട് പൊളിച്ചു. അങ്ങനെ 3 സൈഡ് പൊളിച്ചു. ബാക്ക് മാത്രമാണ് പൊളിക്കാത്തത്. നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ആ വശം അങ്ങനെ നിർത്തി പുതുതായി സ്ഥാപിച്ച ഈ 3 വശങ്ങൾ പൊളിച്ചു, മൃതദേഹം പുറത്തെടുത്തു. എന്നിട്ടായിരുന്നു പരിശോധന. ഈ നിങ്ങളോട് അടുത്ത ബന്ധമുണ്ടോ? ഇതുമായിട്ട് പരിചയമുണ്ടോ? മുൻപരിചയം? എനിക്ക് അറിയാമായിരുന്നു. എത്ര നാളായിട്ട്? എനിക്കൊരു 18 വർഷം കൊണ്ട് ഇദ്ദേഹത്തെ അറിയാം. ഞാൻ അവസാനമായിട്ട് കാണുന്നത് ഒരു 1.5-2 വർഷം എനിക്ക് വരും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ജനപ്രതിനിധി കൂടിയാണല്ലോ. അപ്പോൾ ഈ ആൾക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ ഈ സമാധി എന്നൊരു വാക്കോ അങ്ങനെ ഒരു സൂചന ആരോടെങ്കിലും അദ്ദേഹം പങ്കുവെച്ചായിട്ട് അറിയോ? എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ക്ഷേത്രം വെക്കുന്നതിന് വേണ്ടി പലരും സഹായം സ്വീകരിച്ചിട്ടുണ്ട്. ആ പ്രദേശത്തുള്ളവർ ചേർന്ന് സഹായങ്ങൾ
കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ആദ്യം ഇവിടെയായിരുന്നു വീട്. ഈ വീട് വിറ്റാണ് അവിടെ സ്ഥലം വാങ്ങിയതും ബാക്കി കാര്യങ്ങളൊക്കെ നടന്നതും. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മുൻ ആവശ്യമായി എൻ്റെ അടുത്ത് സമീപിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കൗൺസിലർ ആകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു മകൻ്റെ ഭാര്യയുടെ വിഷയമായിട്ടൊക്കെ. അങ്ങനെ ഞാനുമായിട്ട് നല്ല ബന്ധമുള്ള ഒരാളാണ്. ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ കല്ലറ തുറക്കുന്ന സമയത്ത് അവിടെ എന്നിട്ട് ഇതെല്ലാം മാറ്റിയതിന് ശേഷം സ്ട്രെച്ചർ കൊണ്ടുവന്നിട്ട് ഇദ്ദേഹത്തെ സ്ട്രെച്ചറിൽ ആക്കി അതിനുശേഷം ടേബിളിൽ കിടത്തി പോലീസ് ഓഫീസർ മറ്റ് നടപടികളെല്ലാം ജനപ്രതിനിധികളെ നിർത്തി ഫോട്ടോ എല്ലാം എടുത്തതിന് ശേഷം ഇൻക്വസ്റ്റ് തയ്യാറാക്കി ആണ് മെഡിക്കൽ കോളേജിലേക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സമാധി സ്ഥലം പൊളിച്ചത് മുതൽ ഈ മൃതദേഹത്തിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതുവരെ കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത സമാധി വിവാദം, സമാധി പൊളിച്ച് സമാധി സ്ഥലം പൊളിച്ച് മൃതദേഹം പുറത്തെടുക്കുന്നത് വരെയുള്ള കാര്യങ്ങൾക്ക് സാക്ഷിയായ നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയുടെ ഭാഗമായിട്ടുള്ള പുത്തനമ്പലത്തിൻ്റെ വാർഡ് കൗൺസിലർ കൂടിയായ പ്രസന്നകുമാറാണ് ഈ വിശദാംശങ്ങൾ നമ്മളോട് പങ്കുവച്ചത്. ക്യാമറമാൻ സി വിനോദിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.